നമസ്കാരം, ഞാൻ ദീപ്തി. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പമ്പ്. പുറത്താക്കിയില്ലെങ്കിൽ തള്ളി പുറത്താക്കണം. KM മാണിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണമെന്ന ആവശ്യവുമായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മാണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. പുറത്താക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമെന്നും കോടിയേരിയുടെ മുന്നറിയിപ്പ്. കരയാനോ ചിരിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് മാണിയെന്ന് കോടിയേരിയുടെ പരിഹാസം. കേരള കോൺഗ്രസ് UDF-ൽ തുടരുന്നത് മാണി ജയിലിൽ പോകുന്നത് തടയാൻ. മന്ത്രി ബാബുവിനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ അവിഹിത ഇടപെടൽ. അബ്കാരി ചട്ടത്തിൽ ഭേദഗതി ചെയ്ത് ബാബു ക്രമക്കേട് നടത്തി. ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും കോടിയേരിയുടെ ആരോപണം. മുഖ്യമന്ത്രി ഇടപെടുന്നില്ലെങ്കിൽ ഗവർണർ ഇടപെട്ട് മാണിയെ പുറത്താക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. സമരപരിപാടികൾ തീരുമാനിക്കാൻ ഈ മാസം 31-ന് ഇടതുമുന്നണി യോഗം. ഒരു വർഷം അനേകം തുടക്കങ്ങൾ. വിപുലമായ പരിപാടികളുമായി നരേന്ദ്രമോദി സർക്കാരിന്റെ 1-ാം വാർഷികം ഇന്ന്. വാർഷികാഘോഷം ഉത്തർപ്രദേശിലെ മഥുരയിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ആഘോഷങ്ങൾക്ക് ക്ഷണമില്ലാതെ മുതിർന്ന നേതാവ് LK അദ്വാനി. ജനപ്രിയ പദ്ധതികളും നയതന്ത്ര സൌഹൃദവും മോദിയുടെ ഒരു വർഷത്തെ വിജയം. വിലക്കയറ്റവും ഇന്ധനവില വർധനയും ഭൂമി ഏറ്റെടുക്കൽ ബില്ലും ആയുധമാക്കി പ്രതിപക്ഷം. 1-ാം വാർഷികം ജനങ്ങളിലെത്തിക്കാൻ BJP നടത്തുന്നത് 200 റാലികളും 5000 പൊതുയോഗങ്ങളും. കർഷക വിരുദ്ധ സർക്കാർ എന്ന പ്രചരണം നേരിടാൻ മുഴുവൻ സമയ കാർഷിക ചാനൽ. മൊഴിയിൽ വിവാദം കൊഴുക്കുന്നു. ബാർകോഴ ആരോപണത്തിൽ ധനമന്ത്രി KM മാണിക്കെതിരായ കുറ്റപത്രം ഉടൻ നൽകുമെന്ന് സൂചന. ബാറുടമകളിൽ നിന്ന് വൻതോതിൽ പണം പിരിച്ചെന്ന് വിജിലൻസ് കണ്ടെത്തൽ. ബാറുടമകൾ പണം പിരിച്ചത് കോഴ നൽകാനെന്ന് അന്വേഷണ സംഘത്തിന് വിവരം. വിജിലൻസിന്റെ അന്വേഷണ വിവരം ചോരുന്നതിൽ അതൃപ്തിയും അമർഷവും രേഖപ്പെടുത്തി മന്ത്രി മാണി. അന്വേഷണ വിവരം ചോരുന്നത് ഗുരുതര വിഷയം. അന്വേഷണത്തെ സ്വാധീനിക്കാനില്ലെന്നും മാണിയുടെ പ്രതികരണം. താൻ പോലും അറിയാതെയാണ് റിപ്പോർട്ട് ചോർന്നതെന്ന് രമേശ് ചെന്നിത്തല. അന്വേഷണം നീണ്ടുപോകുന്നതിൽ തനിക്കും അതൃപ്തി. എത്രയും വേഗം അന്വേഷണം പൂർത്തിയാകണമെന്നാണ് ആഗ്രഹം. റിപ്പോർട്ട് ചോർന്നത് അന്വേഷിക്കുമെന്നും രമേശ് ചെന്നിത്തല. നുണപരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന് 4 ബാറുടമകൾ കോടതിയിൽ നിലപാടറിയിച്ചു. അമ്പിളിയുടെ നുണപരിശോധനാ ഫലം പുറത്തുവന്ന സാഹചര്യത്തിൽ മാണി രാജിവെക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ നേതാവ് VS. സ്വപ്ന കിരീടം മുംബൈക്ക്. IPL കിരീടം മുംബൈ ഇന്ത്യൻസിന്. കലാശപ്പോരിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയത് 41 റൺസിന്. കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 202 റൺസ്. ചെന്നൈക്ക് നേടാനായത് 161 റൺസ് മാത്രം. അർദ്ധ സെഞ്ചുറി നേടിയ മുംബൈ നായകൻ രോഹിത് ശർമ്മ കളിയിലെ കേമൻ. രോഹിത്തിന് പിന്തുണയുമായി ലെൻഡൽ സിമൺസ്. മുംബൈ നേടിയത് 2-ാം IPL കിരീടം. 8-ാം സീസണിൽ 562 റൺസ് നേടിയ ഡേവിഡ് വാർണർക്ക് മികച്ച റൺ വേട്ടക്കാരനുള്ള ഓറഞ്ച് ക്യാപ്പ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഡ്വെയ്ൻ ബ്രാവോയ്ക്ക് പർപ്പിൾ ക്യാപ്പ്. മികച്ച യുവതാരമായി ശ്രേയസ് അയ്യർ. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പമ്പ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.